നല്ല സോളിഡ് റിലേഷൻഷിപ്പായിരുന്നു. ഹസ്ബൻഡും വൈഫും സ്നേഹിച്ച് കല്യാണം കഴിച്ചു, 2 കുട്ടികളും ഉണ്ടായി. ആൻഡ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് സ്മൂത്തായിട്ട് നടന്നു. എന്നാൽ ഇവൻച്വലി ചെറിയ ലെവലിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും പരസ്പരം മനസ്സിലാക്കായ്മയും ആ റിലേഷൻഷിപ്പിലേക്ക് കയറി വരികയാണ്. ആൻഡ് എന്നിട്ട് ഈ വൈഫിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ് പുറത്ത്. ആൻഡ് അത് ആ റിലേഷൻഷിപ്പിലുണ്ടായ വ്യക്തി ഇതുപോലെ ഈ വൈഫിനെ വളരെ ക്ലോസ് ആയിട്ട് ചേർത്ത് പിടിക്കുകയും, എന്നാൽ ഈ റിലേഷൻഷിപ്പ് പുള്ളിക്കാരി അവിടെ സ്റ്റക്കാവുകയാണ്. ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചു വരണമോ, അതോ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുടെ കൂടെ ഞാൻ പോകണോ എന്നുള്ളൊരു ക്രോസ് പോയിന്റിലെത്തി സ്റ്റക്കായി നിൽക്കുകയാണ് ആ വ്യക്തി. അപ്പം ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുകയാണ്, ഒരു നിമിഷം നിനക്ക് എന്നെക്കുറിച്ച് ചിന്തിച്ചുകൂടെ, അല്ലെങ്കിൽ ഈ 2 കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചുകൂടെ, ഈ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇവരെ വിട്ടുപോയി മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ നിന്നെക്കൊണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ വൈഫ് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. വൈഫ്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ തിരിച്ചെൻ്റെ ഫാമിലിയിലേക്ക് പോകണോ, അവരുടെ വിഷമം ഞാൻ കാണണോ, അതോ കംപ്ലീറ്റ്ലി പുതിയൊരു ലൈഫിൽ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പോകണമോ എന്ന് ചിന്തിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുവാൻ, ഈ ഒരു പോയിന്റിൽ ശരിക്കും നമ്മളൊരു എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ലോകത്തെ കാണണം എന്നുള്ളതാണ്. അപ്പം ആ വൈഫ് ഇവൻച്വലി ആ കുട്ടികളെ കണ്ടു, ശ്രദ്ധിച്ചു, അവരുടെ കരച്ചിൽ കണ്ടു. ഹസ്ബൻഡിനോട് പറയുകയാണ്, ഞാൻ ചെയ്തത്, ഐ എം സോറി. ആൻഡ് തിരിച്ചൊരു നല്ല റിലേഷൻഷിപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒറ്റ ട്രെയ്റ്റ് ആയിരുന്നു, ബീങ് എമ്പത്തറ്റിക്, ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പെയിൻ. അതിലൂടെ ആ റിലേഷൻഷിപ്പ് തിരിച്ച് അവിടെ സേവ് ആവുകയാണ്.